ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടാലി അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്നുള്ള സബ്ജക്റ്റാണ്. ഇതിൽ ഞാൻ 2 ഇയറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് അതിൻ്റെ ആൻസേഴ്സും ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഹാഫ് മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടാലി മെനു ഷോസ് ദ ലിസ്റ്റ് ഓഫ് ഡാഷ്. ടാലി മെനു കാണിക്കുന്നത് ലിസ്റ്റ് ഓഫ് റിപ്പോർട്ട്സ് ആണ്. പിന്നെയുള്ളത് ഡാഷ് വർക്ക്സ് ആസ് എ പ്ലാറ്റ്ഫോം ടു വർക്ക് വിത്ത് ടാലി. ടാലി വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഏതാണ്? ടാലി ഡെഫിനിഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ TDLലാണ് വർക്ക് ചെയ്യുന്നത്. ദ ലാസ്റ്റ് സെലക്റ്റഡ് കമ്പനി ഇൻ ടാലി ഈസ് കോൾഡ് ഡാഷ്. കറണ്ട് കമ്പനിയാണ് നമ്മൾ ലാസ്റ്റ് സെലക്ട് ചെയ്ത കമ്പനീനെ പറയുന്നത്. നോൺ സെയിൽ ഇൻകം കം അണ്ടർ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം അല്ലേ. നോൺ സെയിൽ ഇൻകം വരുന്നത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകത്തിൻ്റെ അണ്ടറിലാണ്. പ്രോഗ്രാംസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു പെർഫോം എ പെർട്ടിക്കുലർ ടാസ്ക് ഈസ് കോൾഡ് ഡാഷ്. സോഫ്റ്റ്വെയർ നമ്മൾ പഠിച്ചതാണ്. സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രോഗ്രാംസ് ഇൻസ്ട്രക്ഷൻസ് ഒരു പെർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാനുള്ള പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് ആണ് സോഫ്റ്റ്വെയർ. പിന്നെ ഉള്ളത് CA സ്റ്റാൻഡ്സ് ഫോർ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. കറണ്ട് ഡേറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സിസ്റ്റം ഡേറ്റ്. കറണ്ട് ഡേറ്റിന് നമ്മൾ സിസ്റ്റം ഡേറ്റ് എന്നും കൂടെ പറയും. പ്രീ ഡിഫൈൻഡ് ലെഡ്ജേഴ്സ് ഇൻ ടാലി. ഇതെപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ടാലിയിലുള്ള പ്രീ ഡിഫൈൻഡ് ലെഡ്ജേഴ്സ് ഏതൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. ഡാഷ് കീ യൂസ്ഡ് ടു ചേഞ്ച് ദി കറണ്ട് ഡേറ്റ്. കറണ്ട് ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് F2. TDS സ്റ്റാൻഡ്സ് ഫോർ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഡാഷ് ഈസ് ദ ഹോട്ട് കീ യൂസ്ഡ് ടു ആക്സസ് എ മെനു ടു ഗെറ്റ് ലെഡ്ജർ സെലക്ഷൻ സ്ക്രീൻ ക്വിക്ക്ലി ഫ്രം ദ ഗേറ്റ് വേ ഓഫ് ടാലി. കൺട്രോൾ എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് തന്നെ ക്വിക്ക്ലി നമുക്ക് ലെഡ്ജർ സെലക്ഷൻ സ്ക്രീനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കൺട്രോൾ എല്ലാമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഹാഫ് മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ഉള്ളത് 1 മാർക്ക് 3 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫൈൻ ടാലി അക്കൗണ്ടിങ്. ടാലി ഈസ് എൻ ERP അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഡേ ടു ഡേ ബിസിനസ് ഡാറ്റ ഓഫ് എ കമ്പനി. ടാലി എന്ന് പറയുന്നത് ഒരു ERP അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. അത് കമ്പനിയുടെ ഡേ ടു ഡേ ബിസിനസ് ഡാറ്റാസ് റെക്കോർഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ടാലി സ്റ്റാൻഡ്സ് ഫോർ ട്രാൻസാക്ഷൻ അലൗഡ് ഇൻ എ ലീനിയർ ലൈൻ യാർഡ്സ് എന്നാണ് ടാലീൻ്റെ ഫുൾ ഫോം വരുന്നത്. ട്രാൻസാക്ഷൻസ് അലൗഡ് ഇൻ എ ലീനിയർ ലൈൻ യാർഡ്സ്. പിന്നെ വാട്ട് ഈസ് ലെഡ്ജർ? ഇറ്റ് ഈസ് ദി ബുക്ക് ഓർ കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് ഇൻ വിച്ച് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. ലെഡ്ജർ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ്. അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ട്സ് അല്ലെങ്കിൽ ബുക്കിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ജേർണൽ? Journal is a book of primary entry. It is a day-to-day book of the business wherein both the aspects of business transactions are recorded in chronological order. നമ്മൾ നമ്പർ വൈസിൽ ബുക്കിൽ എൻ്റർ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഓരോ ട്രാൻസാക്ഷൻസും എൻ്റർ ചെയ്യുന്ന ബുക്കാണ് ജേണൽ. ജേണൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ലെഡ്ജറിൽ. 3 ടൈപ്പ് ജേണൽ എൻട്രീസ് ആണ് ഉള്ളത്. കോമ്പൗണ്ട് എൻട്രി, അഡ്ജസ്റ്റിംഗ് എൻട്രി, റിവേഴ്സിംഗ് എൻട്രി. പിന്നെ ചോദിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് എനി 2 ബെനിഫിറ്റ്സ് ഓഫ് വാറ്റ്. വാല്യൂ ആഡഡ് ടാക്സിൻ്റെ ബെനിഫിറ്റ്സ്. സിമ്പിൾ ടു അഡ്മിനിസ്റ്റർ. വാറ്റ് ഈസ് എ കൺസംഷൻ ടാക്സ്. ദ റവന്യൂ ജനറേറ്റഡ് വിൽ ബി കോൺസ്റ്റൻറ്റ്. ഇറ്റ് മിനിമൈസ് അവോയ്ഡൻസ് ഓഫ് ടാക്സ്. ഇത്രയാണ് വാറ്റിൻ്റെ ബെനിഫിറ്റ്സ്. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്. എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് അൺസോൾഡ് ഗുഡ്സ് ദാറ്റ് റിമെയിൻ വിത്ത് ദ ബിസിനസ് അറ്റ് ദി എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് എല്ലാം തന്നെ സെല് ചെയ്ത് പോകണമെന്നില്ല. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് പീരീഡിൻ്റെ ലാസ്റ്റ് എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡിൽ ബിസിനസ്സിൽ റിമെയിൻ ചെയ്യുന്ന ഗുഡ്സ്, സെല് ചെയ്യാതെ റിമെയിൻ ചെയ്തിട്ടുള്ള ഗുഡ്സിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. വാട്ട് ഈസ് കറണ്ട് പീരീഡ്? ആൻ അക്കൗണ്ടിങ് പീരീഡ് ഈസ് ദി span of time covered by a set of financial statement. To change the current period in Tally, click on current date or use the short key Alt plus F2. അക്കൗണ്ടിങ് പീരീഡ് അല്ലെങ്കിൽ കറണ്ട് പീരീഡ് എന്താണ്? ഒരു അക്കൗണ്ടിങ് പീരീഡാണ്. നമ്മൾ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന സ്പാൻ ഓഫ് ടൈമിനെയാണ് കറണ്ട് പീരീഡ് എന്ന് പറയുന്നത്. കറണ്ട് പീരീഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി Alt plus F2 യൂസ് ചെയ്യാം. പിന്നെയുള്ളത്
വാട്ട് ഈസ് യൂസർ ഡിഫൈൻഡ് വൗച്ചർ? യൂസർ ഡിഫൈൻഡ് വൗച്ചർ എന്താണ്? നമ്മൾ യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സിന് ബേസ്ഡ് ആയിട്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന വൗച്ചറാണ് യൂസർ ഡിഫൈൻഡ് വൗച്ചേഴ്സ്. ടാലി ERP and also allows you to set the voucher numbering as per your needs, which is either automatic or manual or none. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ്? ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സിന് എന്താണ് ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ്? ഇറ്റ് ഈസ് ദി കളക്ഷൻ ഓഫ് അക്കൗണ്ട്സ് ഓർ ലെഡ്ജർ ഓഫ് ദി സെയിം നേച്ചർ. അതായത് സെയിം നേച്ചറുള്ള ലെഡ്ജറിനെ നമ്മളൊരു ഗ്രൂപ്പ് ആക്കുക. അതിനൊരു ഇപ്പം സെയിം അണ്ടറിൽ വരുന്ന അക്കൗണ്ട്സ് അല്ലെങ്കിൽ ലെഡ്ജേഴ്സിലും ഒരു സിംഗിൾ അക്കൗണ്ടാക്കി മാറ്റുക, ഒരു ഗ്രൂപ്പാക്കി മാറ്റുക. അതാണ് ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ്. മെയിൻലി 5 കാറ്റഗറീസ് ആണ് ഉള്ളത്: അസറ്റ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി, റവന്യൂ, പിന്നെ എക്സ്പെൻസസ്. ആൻഡ് ദീസ് ആർ 28 പ്രീഡിഫൈൻഡ് ഗ്രൂപ്പ്സ് ഇൻ ടാലി. പിന്നെയുള്ളത് വാട്ട് ആർ ഫിനാൻഷ്യൽ റേഷ്യോസ്? ഫിനാൻഷ്യൽ റേഷ്യോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഡിറ്റർമൈൻഡ് ഫ്രം എ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് സച്ച് എസ് ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ഫിനാൻഷ്യൽ റേഷ്യോസ് നമുക്കറിയാലോ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ റിലേഷൻഷിപ്പ് കാണാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഫിനാൻഷ്യൽ റേഷ്യോസ്. അപ്പോൾ അത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മീൻസ് ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ. അത് കമ്പാരിസന് വേണ്ടിയിട്ടാണ് റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ റേഷ്യോസ് ടൈപ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്: ലിക്വിഡിറ്റി റേഷ്യോ, ലേവറേജ് റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, എഫിഷ്യൻസി റേഷ്യോ, മാർക്കറ്റ് വാല്യൂ റേഷ്യോ. പിന്നെ മെനു സ്ക്രീനിൽ കാണുന്ന ടാലിയുടെ സ്റ്റാർട്ടപ്പ് സ്ക്രീനിൽ കാണുന്ന കോമ്പോണൻറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. ടൈറ്റിൽ ബാർ, ഹൊറിസോണ്ടൽ ബട്ടൺ ബാർ, ക്ലോസ് ബട്ടൺ, ഗേറ്റ്വേ ഓഫ് ടാലി, കാൽക്കുലേറ്റർ ഏരിയ, ഇൻഫോ പാനൽ, ബട്ടൺ, ടൂൾ ബാർ, ഡേറ്റ് ആൻഡ് ടൈം. ഇത്രയും 8 ഐറ്റംസ് നമുക്ക് ആ സ്റ്റാർട്ടപ്പ് സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും. പിന്നെയുള്ളത് വാട്ട് ഈസ് ട്രയൽ ബാലൻസ്? ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഓൾ ലെഡ്ജർ ബാലൻസസ് കാറ്റഗറൈസ്ഡ് ഇൻ ടു ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. നമുക്കറിയില്ലേ ട്രയൽ ബാലൻസ്, നമുക്കതിൻ്റെ ഫിഗർ അറിയാമല്ലോ, പെർട്ടിക്കുലേഴ്സ്, ക്രെഡിറ്റ്, ഡെബിറ്റ്. അപ്പോൾ ലെഡ്ജർ ബാലൻസസ് ഡെബിറ്റിലാണെങ്കിൽ ഡെബിറ്റിൽ, ക്രെഡിറ്റിലാണെങ്കിൽ ക്രെഡിറ്റിൽ, അങ്ങനെ ലിസ്റ്റായിട്ട് കാണിക്കുന്നതിനാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സം ഓഫ് ബാലൻസസ് ഓഫ് ഓൾ റിയൽ, നോമിനൽ, പേഴ്സണൽ അക്കൗണ്ട് ഓഫ് എൻ ഓർഗനൈസേഷൻ. റിയൽ ആയിക്കോട്ടെ, നോമിനൽ ആയിക്കോട്ടെ, പേഴ്സണൽ അക്കൗണ്ട്സ്, ഓർഗനൈസേഷൻ്റെ പേഴ്സണൽ, നോമിനൽ, റിയൽ അക്കൗണ്ട്സ് കാണിക്കുന്ന, അതിൻ്റെ എല്ലാം ബാലൻസ് കാണിക്കുന്ന ഒരു അക്കൗണ്ടാണ് ട്രയൽ ബാലൻസ്. പിന്നെ എന്താണ് ഈ റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്? പേഴ്സണൽ അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ അക്കൗണ്ട്സ് ഓഫ് പേഴ്സൺ ഓഫ് ഫേം വിത്ത് ഹൂം ദ കമ്പനി ഹാസ് ബിസിനസ് ഡീലിങ്സ്. കമ്പനി ആയിട്ടുള്ള ബിസിനസ് ഡീലിങ്സ് ഉള്ള ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പേഴ്സൺസിനെ നമ്മൾ ഒരു കാറ്റഗറിയിൽ പെടുത്തും, ഒരു അക്കൗണ്ട്സിൽ പെടുത്തും. അതാണ് പേഴ്സണൽ അക്കൗണ്ട്സ്. അതിൻ്റെ റൂൾ എങ്ങനെയാണ്? ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. പിന്നെ റിയൽ അക്കൗണ്ട്സ് ആണെങ്കിൽ റിയൽ അക്കൗണ്ട്സിൽ വരുന്നത് അസറ്റ്സ് സച്ച് ആസ് ക്യാഷ്, ബിൽഡിംഗ്, മെഷീനറി, അതൊക്കെയാണ് റിയൽ അക്കൗണ്ട്സിൽ വരുന്നത്. അതിൻ്റെ റൂള് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. പിന്നെ ഉള്ളത് നോമിനൽ അക്കൗണ്ട്സ് ആണ്. നോമിനൽ അക്കൗണ്ട്സ് ആർ ദി അക്കൗണ്ട്സ് ഓഫ് ഇൻകം, എക്സ്പെൻസസ്, ലോസസ് ആൻഡ് ഗെയിൻസ്. ഇൻകം, എക്സ്പെൻസ്, ലോസസ്, ഗെയിൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്. അതിൻ്റെ റൂള് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. പിന്നെ ഇവിടെ തന്നിട്ടുള്ളത് വാട്ട് ഇസ് CAS, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ പ്രോഗ്രാം ദാറ്റ് ആർ സ്റ്റോർഡ് ഓൺ എ കമ്പനീസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സെർവർ. കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമ്മൾ ഇൻഫോർമേഷൻസ്, കമ്പനിയുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ചെയ്യുന്നതാണ് CAS, അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം ദാറ്റ് പ്രോസസ് ദി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ആസ് പെർ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. നമ്മുടെ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പ്രകാരം ഉള്ള ട്രാൻസാക്ഷൻസ്, ഇവൻറ്റ്സ് ഒക്കെ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുന്നതിനെയാണ് നമ്മൾ CAS എന്ന് പറയുന്നത്. ഇനിയുള്ളത് 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. The role of debit and credit guides the system of accounts. They are known as golden rules of accountancy. The role of debit and credit depends on the nature of an account. For this purpose, accounts are classified into 4: asset, liabilities, expenses and income. Both debit and credit may represent either increase or decrease depending on the nature of accounts. നമ്മൾ നേരത്തെ അക്കൗണ്ട്സ് ഡിസ്കസ് ചെയ്തില്ലേ, പേഴ്സണൽ അക്കൗണ്ട്സ്, നോമിനൽ അക്കൗണ്ട്സ്, പിന്നെ റിയൽ അക്കൗണ്ട്സ്.
അതിലെല്ലാം നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം റിയൽ അക്കൗണ്ട്സിൽ വരുന്നത് അസറ്റ്സ് ആണ്, നോമിനലിൽ ലോസ്, എക്സ്പെൻസസ്, ഗെയിന്, ഇൻകം. പേഴ്സണൽ ആണെങ്കിൽ പേഴ്സൺസ്, അത് ക്രെഡിറ്റർ, ഡെബിറ്റർ. അപ്പോൾ ഇത് എല്ലാം അക്കൗണ്ട്സിൻ്റെ ബേസിലാണ് നമ്മൾ ഡെബിറ്റ് ക്രെഡിറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം 4 കാറ്റഗറീസാണ് ഉള്ളത്: അസറ്റ്, ലാബിലിറ്റീസ്, എക്സ്പെൻസ്, ഇൻകം. അപ്പോൾ ഫസ്റ്റ് റൂൾ എന്താ പറയുന്നത്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. സെക്കൻഡ് റൂൾ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. റൂൾ 3 ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. പിന്നെ ഉള്ളത് ഇവിടെ വേറൊരു റൂൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും: നേച്ചർ ഓഫ് അക്കൗണ്ട്സ്, ഇൻക്രീസ്, ഡിക്രീസ്. അസറ്റ്, എക്സ്പെൻസ്, ഇൻകം, ലാബിലിറ്റീസ്. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, എക്സ്പെൻസസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം, ഇൻകം ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ലാബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുമ്പം ക്രെഡിറ്റ് ചെയ്യണം, ലാബിലിറ്റീസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അക്കൗണ്ട്സ് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ആൻഡ് ടാലിയും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് പ്രൊസീജിയർ ഫോർ സ്റ്റാർട്ടിങ് ടാലി. ടാലി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രൊസീജിയർ എന്താണ്? നമുക്കറിയാം: ഡൗൺലോഡ് ടാലി, ഇൻസ്റ്റാൾ ആൻഡ് ദെൻ ഓപ്പൺ ടാലി ആൻഡ് ക്രിയേറ്റ് കമ്പനി. ഇത്രയാണ് ടാലി സ്റ്റാർട്ടിങ് പ്രൊസീജിയർ. പിന്നെയുള്ളത് നമുക്ക് വൗച്ചേഴ്സ് ഡിസ്കസ് ചെയ്യാം. വൗച്ചേഴ്സും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വൗച്ചേഴ്സിൻ്റെ അതിൽ നമുക്ക് ഒരുപാട് വൗച്ചേഴ്സ് പഠിക്കാനുണ്ട്. ജസ്റ്റ് നമുക്ക് കോൺട്രാ വൗച്ചർ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കോൺട്രാ വൗച്ചർ എന്താണെന്ന് നോക്കാം. കോൺട്രാ വൗച്ചർ F4-ലാണുള്ളത്. നമ്മുടെ കീബോർഡിൽ F4 ക്ലിക്ക് ചെയ്ത് കോൺട്രാ വൗച്ചർ അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കീബോർഡിൽ F4 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺട്രാ വൗച്ചറിൽ നമ്മൾ എത്തും. അവിടെ നമ്മൾ എന്ത് ട്രാൻസാക്ഷൻസാണ് എൻ്റർ ചെയ്യേണ്ടത്? ക്യാഷ് ബാങ്കിലേക്ക് പോകുമ്പോഴും ബാങ്കിൽ നിന്ന് ക്യാഷ് നമ്മളെ ബിസിനസ്സിലേക്ക് വരുമ്പോഴും ഉള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാകുമ്പോഴാണ് കോൺട്രാ വൗച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കാണാൻ വേണ്ടി പറ്റും: കോൺട്രാ വൗച്ചർ ഈസ് യൂസ് ടു റെക്കോർഡ് ദി മൂവ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്രം ക്യാഷ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് ആൻഡ് വൈസ് വേഴ്സ. അപ്പം ആ ട്രാൻസാക്ഷൻസ് ഒരു 4 ട്രാൻസാക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അതൊക്കെയാണ് കോൺട്രാ വൗച്ചറിൽ വരിക: ക്യാഷ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ് അക്കൗണ്ട്, ഫണ്ട് ട്രാൻസ്ഫർ ഫ്രം വൺ ബാങ്ക് ടു അനദർ ബാങ്ക്, ക്യാഷ് ട്രാൻസ്ഫർ ടു പെറ്റി ക്യാഷ്. ഈ 4 ട്രാൻസാക്ഷൻസ് വരുമ്പോഴാണ് കോൺട്രാ വൗച്ചർ യൂസ് ചെയ്യുന്നത്. ഇഫ് ക്യാഷ് ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ക്യാഷ് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് വിൽ ബി ഡെബിറ്റഡ്. ബാങ്കിൽ ക്യാഷ് കൂടി, ബാങ്ക് ബാലൻസ് കൂടി, അപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. നമ്മളെ ബിസിനസ്സിലുള്ള ക്യാഷ് കുറഞ്ഞു, അപ്പോൾ നമ്മൾ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ റെഡ് മാർക്കിൽ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്: ഇഫ് ക്യാഷ് ഈസ് വിഡ്രോൺ ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്ന് ക്യാഷ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, അപ്പോൾ ക്യാഷ് ഇവിടെ ഡെബിറ്റ് ചെയ്യും. ആൻഡ് ബാങ്ക് വിൽ ബി ക്രെഡിറ്റഡ്. ബാങ്കിൽ ക്യാഷ് കുറഞ്ഞു, ബാങ്കിലുള്ള ഡെപ്പോസിറ്റ് നമ്മൾ വിഡ്രോ ചെയ്തു, അപ്പോൾ ബാങ്ക് ക്രെഡിറ്റ് ചെയ്യും. ഇനി എങ്ങനെയാണ് കോൺട്രാ വൗച്ചറിലേക്ക് നമ്മൾ ടാലിയിൽ എത്തുന്നത്? ഗേറ്റ് വേ ഓഫ് ടാലി, പിന്നെ അക്കൗണ്ടിങ് വൗച്ചേഴ്സ്, പിന്നെ പ്രസ് F4 ബട്ടൺ. നെക്സ്റ്റ് വൺ പേയ്മെൻറ്റ് വൗച്ചറാണ്. പേയ്മെൻറ്റ് വൗച്ചർ F5 പേയ്മെൻറ്റ്സിലാണ് ഉള്ളത്. വേരിയസ് പേയ്മെൻറ്റ്സ് മെയ്ഡ് ബൈ കമ്പനി ഇൻ ക്യാഷ് ആൻഡ് ത്രൂ ദ ബാങ്ക് ആർ റെക്കോർഡഡ് ഇൻ പേയ്മെൻറ്റ് വൗച്ചർ. നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് എന്ത് പേയ്മെൻറ്റ് നടന്നു കഴിഞ്ഞാലും നമ്മൾ പേയ്മെൻറ്റ് വൗച്ചറിലാണ് ചെയ്യുന്നത്. വെൻ എ പേയ്മെൻറ്റ് ഇസ് മെയ്ഡ് ദ പേയ്മെൻറ്റ് അക്കൗണ്ട് ഇസ് ഡെബിറ്റഡ് ആൻഡ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഇസ് ക്രെഡിറ്റഡ്. ഒന്നിക്ക് നമ്മൾ ബാങ്ക് ത്രൂ ആയിരിക്കും പേയ്മെൻറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ക്യാഷ് പേയ്മെൻ്റ് ആയിരിക്കും. എന്താണെങ്കിലും ക്യാഷ് ആണെങ്കിലും ബാങ്ക് ആണെങ്കിലും അത് ക്രെഡിറ്റ് ചെയ്യുക, അതിൻ്റെ പേയ്മെൻറ്റ്സ് അത് ഡെബിറ്റ് ചെയ്യുക. ഈവൻ ദ എമൗണ്ട് പെയ്ഡ് ഫോർ ദ പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ലൈക്ക് പർച്ചേസ് ഓഫ് മെഷീനറി, ലാൻഡ്, ഫർണിച്ചർ എക്സെട്ര മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് പേയ്മെൻറ്റ്സ്. നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന മിസ്റ്റേക്കാണ് പർച്ചേസ് ഓഫ് മെഷീനറി, പർച്ചേസ് ഓഫ് ലാൻഡ്, പർച്ചേസ് ഓഫ് ഫർണിച്ചർ എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ F9 പർച്ചേസ് ചെയ്യും. പക്ഷേ ഇത് പേയ്മെൻറ്റ് ക്യാഷിനാണ് നമ്മൾ മെഷീനറി പർച്ചേസ് വാങ്ങിയത്. ഇപ്പോൾ പർച്ചേസ്ഡ് മെഷീനറി ഫോർ ക്യാഷ് എന്നാണ് ഉള്ളതെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് വൗച്ചറിലാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ക്യാഷ് കൊടുത്തിട്ടാണ് ഫർണിച്ചർ അല്ലെങ്കിൽ മെഷീനറി അല്ലെങ്കിൽ എന്ത് അസറ്റ് ആണെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് വൗച്ചറിൽ എഴുതണം. ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റിനാണ് വാങ്ങിയതെങ്കിൽ, ഇപ്പോൾ അപർണ ട്രേഡേഴ്സിൻ്റെ അടുത്ത് നമ്മൾ പർച്ചേസ് ചെയ്തത് ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്തതെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസ് കാര്യങ്ങൾ ആണ് നമ്മൾ പർച്ചേസ് വൗച്ചറിൽ എഴുതുക. ക്യാഷ് കൊടുത്തിട്ട് എന്ത് പേയ്മെൻറ്റ് ഉണ്ടെങ്കിലും, അത് പർച്ചേസ് ഓഫ് മെഷീനറി ആയിക്കോട്ടെ, പെയ്ഡ് വേജസ് ആയിക്കോട്ടെ,
എന്താണെങ്കിലും ക്യാഷ് പേയ്മെൻ്റ് ആണെങ്കിൽ പേയ്മെൻറ്റ് വൗച്ചറിൽ എഴുതുക. ആൻഡ് അതിൻ്റെ പാത്ത് വേ എങ്ങനെയാണ്? ഗേറ്റ് വേ ഓഫ് ടാലി, അക്കൗണ്ടിങ് വൗച്ചേഴ്സ്, പ്രസ് F5 ബട്ടൺ. പിന്നെയുള്ളത് റെസിപ്റ്റ് വൗച്ചറാണ്. റെസിപ്റ്റ് വൗച്ചറിൽ വേരിയസ് റെസിപ്റ്റ്സ് ഇൻ ക്യാഷ് ത്രൂ ബാങ്ക് ആർ റെക്കോർഡഡ് ഇൻ ദ റെസിപ്റ്റ് വൗച്ചർ. നമ്മൾ ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നുണ്ടെങ്കിലും അതുപോലെ ബാങ്ക് ത്രൂ ആണ് വരുന്നതെങ്കിലും റെസിപ്റ്റ് വൗച്ചറാണ് ചെയ്യുന്നത്. വെൻ ദർ ഇസ് എ റെസിപ്റ്റ് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഇസ് ഡെബിറ്റഡ്. നമ്മൾ കയ്യിലേക്ക് ബിസിനസ്സിലേക്ക് വരുന്നതാണല്ലോ, അപ്പോൾ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് ഡെബിറ്റ് ചെയ്യുക. റെസിപ്റ്റ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിന്ന് അക്കൗണ്ടിങ് വൗച്ചേഴ്സിലേക്ക് പോയി പ്രസ് F6 അടിക്കുക. നെക്സ്റ്റ് വണ്ണാണ് ജേർണൽ വൗച്ചർ. ജേർണൽ വൗച്ചർ F7 ക്ലിക്ക് ചെയ്താലാണ് നമ്മൾ ജേർണൽ വൗച്ചറിലേക്ക് എത്തുന്നത്. ജേർണൽ വൗച്ചർ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് പാസ് ചെയ്യുന്ന വൗച്ചറാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി, പ്രീപെയ്ഡ് ഇൻഷുറൻസ്, അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള എൻട്രീസ് ഇല്ല, അതൊക്കെയാണ് ജേർണലിൽ വരുന്നത്. അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് മണി ഇല്ലാത്ത ട്രാൻസാക്ഷൻസ് ജേർണലിലാണ് വരുന്നത്. നെക്സ്റ്റ് സെയിൽസ് വൗച്ചർ F8 സെയിൽസ്. എ സെയിൽസ് വൗച്ചർ ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ ടൈപ്പ് ഓഫ് സെയിൽസ് ദാറ്റ് ഈസ് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് സെയിൽ except fixed asset. Sales of fixed asset are recorded through receipt voucher and not through sales voucher. Credit sales വരുന്നതാണ് യൂഷ്വലി സെയിൽസ് വൗച്ചറിൽ എൻ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ് പർച്ചേസ് വൗച്ചർ F9 പർച്ചേസ് വൗച്ചർ ഈസ് യൂസ്ഡ് ടു റെക്കോർഡ് ഓൾ എൻട്രീസ് റിലേറ്റഡ് ടു പർച്ചേസ് മെയ്ഡ് ബൈ അവർ കമ്പനി. നമ്മുടെ കമ്പനിയിൽ വരുന്ന പർച്ചേസസ് ഒക്കെ എൻ്റർ ചെയ്യുന്ന വൗച്ചറാണ് പർച്ചേസ് വൗച്ചർ. ബോത്ത് ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ് ക്യാൻ ബി റെക്കോർഡ് ഇൻ പർച്ചേസ് വൗച്ചർ. പക്ഷേ പർച്ചേസ് ക്യാഷ് ത്രൂ ആണെങ്കിൽ നമ്മൾ യൂഷ്വലി പേയ്മെൻറ്റ് വൗച്ചറിലാണ് ചെയ്യുന്നത്. പക്ഷേ ക്രെഡിറ്റ് പർച്ചേസ് ആണ് നമ്മൾ പർച്ചേസ് വൗച്ചറിൽ ചെയ്യേണ്ടത്. ഗേറ്റ് വേ ഓഫ് ടാലിന്ന് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് നിന്നും F9 ക്ലിക്ക് ചെയ്താൽ പർച്ചേസ് വൗച്ചർ എത്തി. പിന്നെയുള്ളത് അൺകൺവെൻഷണൽ വൗച്ചേഴ്സ് ആണ്. ഇത് സ്പെഷ്യൽ വൗച്ചേഴ്സ് ആണ്. നമ്മുടെ നോൺ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനുള്ള സ്പെഷ്യൽ വൗച്ചറാണ് അൺകൺവെൻഷണൽ വൗച്ചേഴ്സ്. ദേ ഡു നോട്ട് കൺഫ്യൂസ് ദ മെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വിത്ത് അൺനെസറി എൻട്രീസ്. നമ്മൾ എന്തെങ്കിലും പ്രൊവിഷൻ കീപ്പ് ചെയ്യുമ്പോൾ ഇത് ഈ അൺകൺവെൻഷണൽ വൗച്ചേഴ്സ് അക്കൗണ്ടിങ് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച് മറ്റുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ ബാധിക്കില്ല, കൺഫ്യൂസ് ചെയ്യില്ല. അതിൻ്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ മെമ്മോ വൗച്ചർ, ഓപ്ഷണൽ വൗച്ചർ രജിസ്റ്റർ, റിവേഴ്സിങ് ജേർണൽസ്, മെമ്മറാണ്ടം വൗച്ചർ രജിസ്റ്റർ, പോസ്റ്റ് ഡേറ്റഡ് വൗച്ചർ രജിസ്റ്റർ, അങ്ങനെ ഒരുപാട് രജിസ്റ്റേഴ്സ് ഇവിടെ വൗച്ചേഴ്സ് നിങ്ങൾക്ക് കാണാം. ഇത് അൺകൺവെൻഷണൽ ആയിട്ടുള്ള വൗച്ചേഴ്സാണ്.